കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 25 മുതൽ 33 വരെയുള്ള തിരുവചനമാണ്. യേശു ശിഷ്യന്മാരോട് പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒരു കൊച്ചുകുട്ടി അച്ഛനോടൊപ്പം രാത്രിയിൽ കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ചുറ്റും ഇരുട്ട്. മരങ്ങളുടെ ശബ്ദവും കാറ്റിന്റെ ശബ്ദവും കേട്ട് കുട്ടിക്ക് ഭയം തോന്നി. അവൻ അച്ഛന്റെ കൈ മുറുകെ പിടിച്ചു. ചോദിച്ചു, അച്ഛാ, നമുക്ക് പേടിക്കണ്ടേ? അച്ഛൻ പറഞ്ഞു, മോനെ, ഇരുട്ട് ഉണ്ടെന്ന് സത്യമാണ്, പക്ഷേ അച്ഛന്റെ കൈ നിന്റെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കണ്ട. അച്ഛന്റെ കയ്യിൽ വിശ്വസിച്ച് കുട്ടി യാത്ര തുടർന്നു. നമ്മുടെ ജീവിതവും പലപ്പോഴും ഇതുപോലാണ്. പ്രശ്നങ്ങളും വേദനകളും പരാജയങ്ങളും രോഗങ്ങളും ഏകാന്തതയും നമ്മെ ഭയപ്പെടുത്താം. എന്നാൽ യേശു നമ്മോട് പറയുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രശ്നങ്ങൾ ഇല്ലാതാകും എന്നല്ല യേശു പറയുന്നത്. പ്രശ്നങ്ങളുടെ നടുവിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും എന്നാണ് അവിടുന്ന് ഉറപ്പു നൽകുന്നത്. വചനവിചിന്തനം. ഈ സുവിശേഷത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ യഥാർത്ഥ ബോധ്യത്തോടെ ഒരുക്കുകയാണ്. നിങ്ങൾ ചിതറിപ്പോകും, നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എന്ന് അവിടുന്ന് പറയുന്നു. എന്നാൽ അതിനോടൊപ്പം വലിയൊരു പ്രത്യാശയും നൽകുന്നു. ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല, പ്രശ്നങ്ങളുടെ നടുവിൽ ക്രിസ്തുവിനോടൊപ്പം നടക്കുന്ന ജീവിതമാണ്. ശിഷ്യന്മാർ യേശുവിനെ ഉപേക്ഷിച്ചാലും യേശു അവരെ ഉപേക്ഷിച്ചില്ല. ഇതാണ് ഈ വചനത്തിന്റെ ഏറ്റവും മനോഹരമായ സന്ദേശം. നമ്മുടെ വിശ്വാസം ദുർബലപ്പെടുമ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടൻ ഉത്തരം ലഭിക്കാതിരിക്കുമ്പോഴും യേശു നമ്മെ കൈവിടുന്നില്ല. ജീവിത സന്ദേശം. ഭയത്തിന്റെ സമയത്ത് ധൈര്യപ്പെടുക. ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങൾ വലുതായിരിക്കാം, എന്നാൽ നമ്മുടെ ദൈവം അതിനേക്കാൾ വലിയവനാണ്. ഒറ്റയ്ക്കാണെന്ന് കരുതരുത്. എല്ലാവരും നമ്മെ വിട്ടുപോയാലും യേശു നമ്മോടൊപ്പം ഉണ്ട്. പരാജയത്തിൽ തളരരുത്. ക്രിസ്തു ലോകത്തെ ജയിച്ചവനാണ്, അതുകൊണ്ട് നമ്മുടെ പരാജയം അവസാന വാക്കല്ല. സമാധാനം യേശുവിൽ കണ്ടെത്തുക. പുറത്തെ സാഹചര്യങ്ങൾ മാറിയില്ലെങ്കിലും യേശുവിലുള്ള നമ്മുടെ ഹൃദയത്തിന്റെ സമാധാനം മാറേണ്ടതില്ല. ഓരോ ദിവസവും ഈ വാക്ക് ഓർക്കുക, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ പ്രശ്നങ്ങളെക്കാൾ വലിയൊരു യേശു എന്റെ കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ഈശോയെ, ജീവിതത്തിലെ പ്രയാസങ്ങളിലും ഭയങ്ങളിലും നിരാശകളിലും ഞങ്ങൾ തളർന്നു പോകുമ്പോൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ശക്തിയേകണമേ. ഞങ്ങളെ വിട്ടുപോയവരെ ഓർത്ത് വിഷമിക്കാത്ത അങ്ങ് എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.